Love, peace and joy. Welcome back to our channel. ഇന്ന് it's 8th Jan. I have started something great, guys. അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. എനിവേ, ഐ ഹാവ് സ്റ്റാർട്ടഡ് സംതിങ് ഗ്രേറ്റ്. എഗെയിൻ ഐ എം സെയിങ് ഇറ്റ്സ് ഗ്രേറ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ ഒഫീഷ്യലി എവിടെയെങ്കിലും പോയി ഒരു കോഴ്സ് പോലെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതിപ്പോൾ എന്തോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും. കാണാത്തവർ അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു. ഇറ്റ്സ് BIY. ഐ എം ടോക്കിംഗ് അബൌട്ട് BIY, ഗൈസ്. ബൈബിൾ ഇൻ എ ഇയറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് അമേസിങ്, ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയും. ദ തിങ് ഈസ്, നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമാണ്. എസ്പെഷ്യലി YGCയുടെ മൂവ്മെൻറ്റിലൊക്കെ വന്നതിന് ശേഷം പലപ്പോഴും ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ബൈബിൾ. നമ്മൾ കുഞ്ഞിലെ മുതലേ ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി. ബൈബിൾ ഇസ് ലൈക്ക് എ മിസ്റ്ററി. ഇറ്റ്സ് എ ഡിവൈൻ മിസ്റ്ററി. അത് നമ്മൾ ദൈവവുമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വന്ന് നമ്മൾ അതിലേക്ക് ലയിച്ച് ചേർന്നതാണ്. സോ ബട്ട് സ്റ്റിൽ നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചാൽ പോലും ഒരാൾ നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമത്തിലാണ് എനിക്കത് കൂടുതൽ തോന്നിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ തോന്നിയിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി സിമ്പിൾ ലാംഗ്വേജ് ആണ്. കുറച്ചും കൂടി നല്ല നമുക്ക് മനസ്സിലാവും. ഈശോ വന്നതിന് ശേഷമുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇറ്റ്സ് സോ നൈസ് ടു റീഡ്. ബട്ട് പഴയ നിയമം, ദ ടേംസ്, ദ നെയിംസ് യൂസ് ചെയ്യുന്ന എല്ലാം ഡിഫറെൻ്റ് ആണ്, ഡിഫിക്കൽട്ടാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, ഈവൻ ഫുൾ ഓഫ് കൺഫ്യൂഷൻസ്. എസ്പെഷ്യലി നമ്മൾ ആ ഒരു ജെനസിസ് അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസാണ്. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് ചില സമയത്ത്. അതിനെല്ലാം വ്യത്യസ്തമായിട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് BIY വിത്ത് ഫാദർ മൈക്ക് ആൻഡ് ഫാദർ ഡാനിയൽ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ കേൾക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നല്ല ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ബിക്കോസ് രണ്ടച്ഛന്മാരും പറയുന്ന ഓവറോൾ തീം സെയിം ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന ടേംസ്, അവർ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് രണ്ടും കേൾക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നൗ ഐ ആം ഓൺ മൈ 8th ഡേ. 7th ഡേ വരെ ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 8th ഡേ, January 8th ആയതുകൊണ്ട്. ആൻഡ് വെറുതെ വായിച്ചു പോവുകയെ മാത്രമല്ല ഗൈസ്, വി വിൽ ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ്സ് ടു. എനിക്ക് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഏർലി ഇയേഴ്സ് എന്നുള്ളൊരു ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടി ഫ്രം ഫാദർ ഡാനിയൽ ആൻഡ് ഫാദർ മൈക്ക്. ഞാൻ രണ്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ രജിസ്റ്റർ ചെയ്യാൻ അറിയാത്തവർക്ക് ഉള്ള ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതേപോലെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗൈസ്. ഇത് നിങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, പ്ലീസ് ഡു വിസിറ്റ് ദ വെബ്സൈറ്റ് ആൻഡ് ലിസൺ ടു ദ പോഡ്കാസ്റ്റ്. ഞാൻ പറയും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിതൊരു ഓൺലൈൻ ലേണിംഗ് ആക്കി എടുക്കാം. ലൈക്ക് യു ക്യാൻ റൈറ്റ്, എഴുതി വെച്ച് പഠിക്കാം. ഓർ എൽസ് ഇഫ് യു ആർ വെരി ബിസി, ലൈക്ക് കുറേ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആണെങ്കിൽ പോലും കുറേ ഹൗസ് മെമ്പേഴ്സൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് യു ക്യാൻ ലിസൺ, റൈറ്റ്? കിച്ചണിലോ മോസ്റ്റ് പ്രിഫറബിളി നമ്മൾ ഇരുന്ന് തന്നെ കേൾക്കണം എന്നുള്ളതാണ്. ഈവൻ അതൊന്നും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ലിസൺ. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട്, അത്ര സിമ്പിളായിട്ടാണ് അച്ഛന്മാർ രണ്ടുപേരും, അതായത് ഫാദർ ഡാനിയൽ ആണെങ്കിലും ഫാദർ മൈക്ക് ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തന്നെ അതിശയമാണ് ദൈവം ഇത്രയും നാളും ഇത്രയും വർഷം എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കാറ്റഗിസം, പിള്ളേർക്കൊക്കെ കാറ്റഗിസം ഉണ്ടല്ലോ, അതിലെല്ലാം ഈ ഒരു പോർഷൻസ് പയ്യെ പയ്യെ വരട്ടെ. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓൾഡ് ടെസ്റ്റമെൻറ്റ് വരുമ്പോൾ അവർക്കത് ഗ്രഹിക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കുഞ്ഞു പിള്ളേർക്ക്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ടീനേജേഴ്സ് ഓർ ടീനേജ് തുടങ്ങി ഒരു ഏജ് തുടങ്ങി പ്രശ്നം ഉണ്ടാവില്ല. യെസ്, അതാണ് ഭയങ്കര വലിയൊരു അപ്ഡേറ്റ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. ഐ എം ലേണിംഗ് ബൈബിൾ, ഹോളി ബൈബിൾ, ലൈക്ക് ബ്യൂട്ടിഫുള്ളി ഐ എം ലേണിംഗ് ഇറ്റ്. സോ അതിൻ്റെ ഒരു ചെറിയ ഒരു ഇത് കാണിച്ചു തരാം. എൻ്റെ ബൈബിൾ ഞാൻ പലപ്പോഴും പല ബ്ലോഗ്സിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, റൈറ്റ് നൗ ഐ എം ലിസണിങ് ആൻഡ് ലേണിംഗ് ജെനസിസ്. ഇപ്പോൾ
ജെനസിസ് ചാപ്റ്റർ 15 വരെ ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഓരോ ചാപ്റ്റർ ഓരോ ഡേയിലും ഉള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്താണ് പോകുന്നത്. ഐ ഓൾവേസ് ഡു ദാറ്റ്. ഈ ബൈബിൾ ഇവിടെ വന്നേ പിന്നെ കുറച്ചധികം ഞാൻ ബൈബിള് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ സൈമൾട്ടേനിയസ്ലി ജോബിൻ്റെ പുസ്തകവും വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ വായിച്ചായിരുന്നു. ഇപ്പോൾ സുഭാഷിതങ്ങൾ എന്ന് പറയുമ്പോൾ പ്രൊവേർബ്സ്, സാമും ജോബും ജെനസിസും അങ്ങനെ എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിയാണ് വായിക്കുന്നത്. തിങ് ഈസ്, ബൈബിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു റീഡ് വൺ വേർഡ് ഇറ്റ്സ് ഓവർ. നോ, വചനങ്ങളാണ്. അതിനെ കോട്ട് ചെയ്തിട്ടുള്ള വേറെ വചനങ്ങളും ബൈബിളിലെ പല ഭാഗങ്ങളിലും ഉണ്ടാവും. പുതിയ നിയമത്തിൽ ഉള്ള മിക്ക കാര്യങ്ങളുടെയും റെഫറൻസ് പഴയ നിയമമാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ ഈശോ. അപ്പോൾ അങ്ങനത്തെ കുറേ കണക്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങി ഓൾറെഡി. ഐ വിൽ പുട്ട് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഇഫ് യു ക്യാൻ. നമ്മുടെ നാട്ടിലുള്ളവർക്ക്, മമ്മിമാർക്കും ആൻറ്റിമാർക്കും എല്ലാവർക്കും മലയാളത്തിൽ കേൾക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ലിസൺ ഇൻ ഇംഗ്ലീഷ് ടു. ഞാൻ രണ്ടും ലിസൺ ചെയ്യുന്നുണ്ട്. എനിക്ക് രണ്ടും ആവശ്യമാണ്. ബിക്കോസ് നമ്മുടെ മദർ ടങ്ങിൽ കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലാംഗ്വേജാണ് കൂടുതലായിട്ട്. അപ്പോൾ അതിൽ കേൾക്കുമ്പോൾ ഉള്ള വേർഡ്സും ഒക്കെ പഠിക്കുന്നു, വൊക്കാബുലറി പഠിക്കുന്നു. പിന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കറായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ സംസാരിക്കുന്നത്. സോ വി ആർ ലേണിംഗ് സംതിങ് ന്യൂ. That's a thing about one of my favorite updates which happened in 2025. So guys, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിൻ്റെ ഞാൻ മൊബൈലിലാണ് കൂടുതലും പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യാറ്. പക്ഷേ കാണിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് കമ്പ്യൂട്ടറിലോട്ട് മാറ്റാം, ലാപ്ടോപ്പിൽ കേൾക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വെബ്സൈറ്റ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മൊബൈലിൽ വരുമ്പോൾ നമുക്ക് നേരെ ആയിരിക്കും കാണുന്നത്. ഇതിപ്പോൾ ഒരു ഹൊറിസോണ്ടലി ആണ് കാണുന്നത്. ആൻഡ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനതെല്ലാം സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തേക്കുന്ന മെയിൽ ID അവിടെ കയറിയിട്ട് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സക്സസ്ഫുൾ ആവുള്ളൂ. വൺസ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് കാണുന്ന അവിടെ പോയിട്ട് ലോഗിൻ എന്ന് കൊടുക്കണം. ലോഗിൻ കൊടുത്തിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന മെയിൽ ID എല്ലാം വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യണം. മലയാളമോ ഇംഗ്ലീഷോ. ഒരു പ്രാവശ്യം നമ്മൾ ചൂസ് ചെയ്താൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. സോ മലയാളം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇന്ന് ഡേ 8 ആയതുകൊണ്ട് ഡേ 8 ആണ്. നമ്മൾക്ക് ഡേ 1 ആണ് വേണ്ടതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് അവിടെ എപ്പിസോഡ്സ് ഉണ്ടാവും. എപ്പിസോഡ്സിൽ പോയി പുരാതന കാലം ഇൻട്രഡക്ഷൻ കാണുക. ഇൻട്രഡക്ഷൻ നെക്കി അതിൽ കൊടുത്തേക്കുന്ന ഓഡിയോ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഡാനിയലച്ചൻ. ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. അത് കേട്ടതിന് ശേഷം അത് വേണമെങ്കിൽ നമുക്ക് പല സ്പീഡിൽ കേൾക്കാൻ പറ്റും. കുറച്ചും കൂടി സ്പീഡിൽ കേൾക്കണമെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും റൈറ്റ് ഹാൻഡ് സൈഡിൽ. അത് നമ്മളുടെ ഇഷ്ടം. നമുക്ക് ഏത് സ്പീഡിൽ വേണമെങ്കിലും അത് കേൾക്കാം. അതെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് മാർക്ക് ആസ് കംപ്ലീറ്റ് എന്നും പറഞ്ഞ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളത് വായിച്ച് എന്നുള്ളതിനൊരു തെളിവുണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നോട്ട്സ് അവിടെ കൊടുക്കാം. നമുക്കൊരു 700 വേർഡ്സ് പോലെ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് നിർബന്ധമില്ല, നോട്ട്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് കാണാം. ഡേ 1. ഇപ്പം നമ്മൾ നേരത്തെ ഇൻട്രഡക്ഷൻ ആയിരുന്നു, ഇനി ഡേ 1 കാണാം. അത് മാർക്കസ് കംപ്ലീറ്റ് കൊടുക്കുക. അങ്ങനെ എല്ലാ എപ്പിസോഡ്സും ഇപ്പോൾ ഡേ 8 വരെയുള്ളത് അവിടെ ഓൾറെഡി ഉണ്ട്. ഇനിയുള്ളത് ഈ സർട്ടിഫിക്കറ്റ്സ് ആണ്. സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ പുരാതന കാലം കഴിയുമ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ പൂർവ്വപിതാക്കന്മാർ, ഈജിപ്തും പുറപ്പാടും, അങ്ങനെ പല സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഈ ഒരു എൻറ്റയർ ഇയറിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അത് ഓരോന്നും കഴിയുമ്പോഴേ അടുത്തത് അൺലോക്ക് ആവുള്ളൂ. നമുക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഇത്രയും നാളും വായിച്ച ഒരു അക്കൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ഓൾറെഡി ഡിഫോൾട്ടായിട്ട്
കാണിച്ചു തരും, നമ്മൾ വായിച്ചത് വരെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് അടുത്തത് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ദിവസം ഡേ 8 ആണ് എനിക്കിനി കേൾക്കാനുള്ളത്. അപ്പോൾ അത് എനിക്ക് അവിടെ നിന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡേ 1 കംപ്ലീറ്റ് ആണ്, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 എല്ലാം കംപ്ലീറ്റ് ആണ് എൻ്റെ. ഇനി അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ ഡേ 6ഉം 7ഉം കംപ്ലീറ്റ് ആണ്. ഇനി നോട്ട്സ് വേണമെങ്കിൽ നോട്ട്സ് പോയി നോക്കാം. ഇനി സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒരു ഇത് നോക്കുമ്പോഴേക്കും എൻ്റെ പുരാതന ലോകം കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. അപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ സൂക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഫാദർ ഡാനിയലിൻ്റെ സിഗ്നേച്ചറും അതേപോലെ ജെഫ് കാവിൻസിൻ്റെ സിഗ്നേച്ചറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് കേൾക്കുന്ന പേരുകളാണ് ജെഫ് കാവിൻസ്. അപ്പോൾ ഇതാണ് ആ സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടത് നമുക്കൊരു ഡിവൈസാണ്, മൊബൈൽ ഓർ ലാപ്ടോപ്പ് വട്ടെവർ. ഇനി വേണ്ട വേറൊരു കാര്യം ബൈബിൾ. യെസ്, മലയാളത്തിൽ POCയുടെ ബൈബിളാണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് കാത്തലിക് വേർഷനായിട്ടുള്ള NRSV ആണ് യൂസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബൈബിളാണ് ഫാദർ മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ POCയും നമ്മുടെ ഈ NRSV ഒക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. മലയാളത്തിൽ വായിച്ചാലും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് when it comes to learning Holy Bible. And other thing is to make it more interesting. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിത് പഠിക്കണമെങ്കിൽ യു ക്യാൻ ടേക്ക് എ ബുക്ക്. നിങ്ങൾക്ക് ഞാൻ ആദ്യം ബുക്ക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യം ഇങ്ങനെ ബുക്കിലേക്ക് തുടങ്ങിയായിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ ഞാൻ വിചാരിച്ചു ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ ഐ ഹാവ് ടു ക്യാരി ബുക്ക് ആൻഡ് ബൈബിൾ അലോങ് വിത്ത് മീ. ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, അതായത് ഇങ്ങനത്തെ കുഞ്ഞു പേപ്പേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ച് എഴുതി പഠിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു ഞാൻ. കഴിഞ്ഞ വർഷം തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാണ്ട് ഐ ഫോളോ ദാറ്റ്. അപ്പോൾ ഞാൻ സെയിം തിങ് ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. 2 അച്ഛന്മാരും പറയുന്നത് കേട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ്, ഹോളി ഇൻസൈറ്റ്സ്, അത് ഞാനിവിടെ എഴുതി വെച്ച് ഒട്ടിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. സോ യു ക്യാൻ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബൈബിൾ ഇതുപോലെ എനിക്കിങ്ങനെ ഐ ലവ് ഇറ്റ്. എനിക്കിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. ഇതിപ്പോൾ തെറ്റാണോ തെറ്റല്ലേ എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഇത് ഒരു വൈഡ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ധ്യാനത്തിന് പോയാൽ പോലും അച്ഛന്മാർ നമ്മളെ കൊണ്ട് നമുക്ക് വരക്കാൻ പറയില്ലേ, അണ്ടർലൈൻ ചെയ്യാൻ പറയും, ഹൈലൈറ്റ് ചെയ്യാൻ പറയും. സിമിലർ വേ ഐ എം യൂസിങ് ദിസ്, കുറച്ചും കൂടി കളർഫുള്ളാക്കി യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുമ്പോഴാണെങ്കിൽ പോലും ഡിഫറെൻറ്റ് കളേഴ്സ് എൻ്റെ ബുക്കിൽ വരണത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. കുഞ്ഞു ഷോർട്ട് നോട്ട്സും ഫ്ലോ ചാർട്ട്സ് ഒക്കെ വെച്ചാണ് ഞാൻ പഠിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു ബൈബിൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ക്വൈറ്റ് നാച്ചുറൽ. ഇതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് ലേണിംഗ് ഹോളി ബൈബിളാണ്. യു ക്യാൻ ഫോളോ ഇറ്റ് ടു. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ ബിലോ. യെസ്, അപ്പോൾ ഇത് വെറുതെ ഞാൻ ചുമ്മാ ചെയ്യണമല്ല. ഐ വിൽ മേക്ക് ഇറ്റ് ഡെക്കറേറ്റ് ചെയ്യും. നമുക്കതിന് വേണ്ടി ഐ ഹാവ് സം സിസേഴ്സ്. കണ്ടോ, ഡിഫറെൻറ്റ് ഷേപ്സിലെ സിസേഴ്സ് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഐ ഓൾസോ യൂസ് മെറ്റാലിക് പെൻസ്, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പെൻസ് യൂസ് ചെയ്യും. പിന്നെ യൂസ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് ലൈക്ക് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യും. അത് 2 ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതുപോലത്തെ കുഞ്ഞു ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റഡി ഫോളോ ചെയ്യാൻ പറ്റും. യെസ്, ദിസ് ഈസ് ഹൗ ഐ ലേൺ. യാ, ആൻഡ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. എനിക്കിത് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഈ എൻ്റയർ ബൈബിൾ ഞാൻ വായിച്ചു തരുമ്പോൾ ഈ ബുക്ക് ചിലപ്പോൾ ഭയങ്കര തിക്കായിട്ട് നിൽക്കും. മേ ബി ഇൻ ഫ്യൂച്ചർ ഞാൻ ഒരു ലേഡി ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയത് കേട്ടോ. ആളുടെ ബൈബിൾ ഇത്രയും ഉണ്ട്. ആൾ പഠിക്കുന്ന രീതി കണ്ട അതൊരു ഏതോ ഒരു അമേരിക്കൻ ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഹെർ നെയിം, എവിടെ നിന്നാണെന്നറിയില്ല. പക്ഷേ ദ വേ ഷീ ലേൺസ് ഇറ്റ്, ഓ ഗോഡ്. അപ്പോൾ ആളെന്ത് ചെയ്യാന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് ബൈബിൾ റെഡിയാക്കും. അതായത് ബൈബിൾ വാങ്ങിച്ചിട്ട് അത് എനിക്ക് തോന്നുന്ന പ്രസ്സിൽ പോയിട്ട് 2ാമത് പേപ്പേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മേ ബി ഇൻ ഫ്യൂച്ചർ ഞാനും ഒരു ബൈബിൾ വാങ്ങിച്ച് അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇൻ ഫ്യൂച്ചർ, നോട്ട് നൗ. ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. മാക്സിമം നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് നോക്കാം. കാരണം ബിയോണ്ട് എ പോയിന്റ് ഇതിന്
കപ്പാസിറ്റി ഉണ്ടാവില്ലല്ലോ എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ. എനിവേ നമുക്ക് ട്രൈ ചെയ്യാം. യെസ്, ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. ഇത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എനിവേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. ഐ വാണ്ട് ടു ഷെയർ. ഞാൻ ആദ്യം വിചാരിച്ചത് പറയണ്ടെന്നാണ്, ബിക്കോസ് ഇത് എല്ലാവരുടെയും പേഴ്സണൽ തിങ് ആണല്ലോ. പക്ഷേ ഇത് പേഴ്സണൽ തിങ് അല്ല. ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റാറ്റസിലും എനിക്കറിയാവുന്ന കുറേ പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇതിനെപ്പറ്റി. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഷെയർ വിത്ത് അതേഴ്സ്. ഇത് എനിക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം, യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ചാനലുള്ളപ്പോൾ ഞാൻ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു. ഐ ഹാവ് ടു ഷെയർ വിത്ത് യു, റൈറ്റ്? ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ യു ഹാവ് ടു. യെസ്, ഞാനിത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ലെറ്റ്സ് ജോയിൻ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ജേർണി. നമുക്ക് ഈ ഒരു വർഷം കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളും കുറച്ചും കൂടി ബ്ലെസ്സഡ് ഇയർ ആക്കി മാറ്റാം. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് യെസ്, ഈ ഒരു BIYനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ. Yeah, I'll see you soon in the next video. Thanks for watching. See you next time. God bless. Bye-bye.